Dears, I just want to talk about a bad experience from SpiceJet today. ഇന്ന് നമുക്ക് 11:45 ആയിരുന്നു ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ 5 hours ഡിലേ കാണിച്ചിരുന്നു. അതിനുശേഷം 10 hours ഡിലേ ഉണ്ടായിരുന്നു. ഫ്രം കൊച്ചി ടു ഫുജേറ ആയിരുന്നു കേട്ടോ ഫ്ലൈറ്റ് വന്നിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഓർത്തു അവിടുത്തെ ഇഷ്യൂസൊക്കെ കാരണമായിരിക്കും ഇപ്പോഴത്തെ. പക്ഷേ അതുകൊണ്ടല്ല, നമ്മൾ കോൾ ചെയ്ത് ചോദിക്കുന്ന സമയത്ത് ഒത്തിരി നേരം കോൾ ചെയ്തിട്ടാണ് കസ്റ്റമർ കെയറിൽ കിട്ടുന്നത്. അവിടെ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന എക്സ്പ്ലനേഷൻസ് എന്ന് പറയുന്നത് സ്റ്റാഫിന് സാലറി കൊടുത്തിട്ടില്ല, ഇഷ്യൂസ് ഉണ്ട്, 3 മാസമായിട്ട് സാലറി കൊടുത്തിട്ടില്ല, അതുകൊണ്ട് സ്റ്റാഫ്സ് അവൈലബിൾ അല്ല. ഇവിടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നോക്കുമ്പോൾ സ്പൈസ്ജെറ്റിൻ്റെ ഓഫീസിൽ സ്റ്റാഫ്സ് അവൈലബിൾ അല്ല. അപ്പം ഈ ഒരു 10 hours ഡിലേ ചെയ്ത് അത്രയും നേരം ഇരിക്കുന്ന കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ഒക്കെ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ ഒരു ഹോട്ടൽ എടുത്ത് സ്റ്റേ ചെയ്യുന്നവരൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ അത്രയും അവേഴ്സ് അവിടെ സ്പെൻഡ് ചെയ്ത് ഹോട്ടൽ എക്സ്റ്റെൻഡ് ചെയ്ത് ഇരുന്നിട്ട് നൈറ്റ് ആയപ്പോഴേക്കും SpiceJet ക്യാൻസൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് യാതൊരു വഴിയില്ല. SpiceJetൻ്റെ ഓഫീസിൽ ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവും ഇല്ല. അവരുടെ അവൈലബിൾ ആയിട്ടുള്ള നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അതൊന്നും എടുക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു നമ്മളെല്ലാവരും നിന്നത്. ആ സമയത്ത് ഇപ്പോൾ ഓൾറെഡി ടിക്കറ്റ് റേറ്റ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഇത് റീഫണ്ട് ചെയ്ത് കിട്ടാനായിട്ട് 7 days എടുക്കും അറ്റ്ലീസ്റ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ 2 month ആയിട്ടും അത് റീഫണ്ട് കിട്ടാത്ത ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. SpiceJetൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി കുറേ നേരം നിന്നു. അപ്പോൾ അവിടെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ CM വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ CMുമായിട്ട് ഡയറക്റ്റ്ലി നമ്മൾ കോൺടാക്റ്റ് ചെയ്തു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അവിടുത്തെ MDയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് തന്നു CM. അപ്പോൾ ആ രീതിയിലൊക്കെ സംസാരിക്കുന്ന സമയത്തും അവർ പറയുന്ന അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്, അതിനപ്പുറം അവർക്ക് ചെയ്യാൻ പറ്റില്ല. SpiceJet അവരുടേതായ ഫണ്ട് റേസിങ്ങിൻ്റെ കാരണമൊക്കെ ആയിട്ട് ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആക്കിയേക്കുന്നതാണ്. പല ഫ്ലൈറ്റുകളും ക്യാൻസൽഡ് ആണ്. ഇന്നലെ തൊട്ട് പ്രോബ്ലംസ് ആണ്. ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഫ്ലൈറ്റ്സ് ഒക്കെ ക്യാൻസൽഡ് ആണ് ഈ SpiceJetൻ്റെ. അപ്പം അതിനുശേഷം കുറേ നേരം വെയിറ്റ് ചെയ്ത് മിഡ്നൈറ്റ് വരെ വെയിറ്റ് ചെയ്തപ്പോഴാണ് SpiceJetൻ്റെ ഓഫീസിൽ 2 പേര് വന്നത്. അപ്പോൾ ഓഫീസ് സ്റ്റാഫിൻ്റെ അടുത്താണെങ്കിലും സംസാരിക്കുമ്പോൾ അവരും നല്ല രീതിയിലല്ല നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല. കാരണം റീഫണ്ടിന് നമുക്ക് ഇനീഷ്യേറ്റ് ചെയ്ത പേപ്പറിൽ സീലൊക്കെ വെച്ച് കിട്ടേണ്ടതായിട്ടുണ്ട്. കാരണം പെട്ടെന്നൊരു ഫണ്ട് റൈസിങ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ, ബട്ട് അറ്റ്ലീസ്റ്റ് വി ഹാവ് ടു ഡു ദിസ് റീഫണ്ട് പ്രോസസ്സ്, റൈറ്റ്? അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള എയർപോർട്ടിൽ നിന്ന് വരാൻ പറ്റുള്ളൂ. അതിന് തന്നെ നല്ല രീതിയിലുള്ള ഒരു കോപ്പറേഷൻ നമുക്ക് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബെറ്റർ ടു ഡോണ്ട് ടേക്ക് SpiceJet എനിവേ, ബിക്കോസ് അവിടെ കുറേ അധികം ആളുകളുണ്ടായിരുന്നു. അവരിപ്പോൾ കറക്റ്റ് എമൗണ്ട് ഒക്കെ കൊണ്ട് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. കറക്റ്റ് എമൗണ്ടിൽ ഒരു ടിക്കറ്റ് എടുത്തു. 4 പേർക്കുള്ള ടിക്കറ്റാണ്. അപ്പോൾ 1 lakh ഒക്കെയാണ് വന്നിരിക്കുന്നത്. അത് റീഫണ്ട് ചെയ്യാനുള്ള ടൈം നമുക്ക് അതുവരെ നോക്കിയിരിക്കാൻ പറ്റില്ല. അടുത്ത ടിക്കറ്റ് എടുത്ത് നമുക്ക് എത്തേണ്ടതായിട്ടുണ്ട് UAEയിൽ. ആ ഒരു സാഹചര്യത്തിൽ ഇനി ന്യൂ ഒരു ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഈ 4 പേർക്കൊക്കെ 2 lakhs വരുന്നുണ്ട്. ആ ഒരു സമയത്ത് അത്രയും ഫണ്ട് റൈസിങ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ഫോർ ദം. അങ്ങനെയുള്ളവരുടെയൊക്കെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന കാഴ്ചയാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ബെറ്റർ ടു ഡോണ്ട് ടേക്ക് SpiceJet. ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ്.